ലാൽ സലാം ആദ്യ ദിനത്തിൽ തന്നെ റെക്കോർഡ് കളക്ഷൻ തൂക്കിയിരിക്കുകയാണ് ബബബ. അതെ, ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടം കൂടെ ഒപ്പമുള്ളപ്പോൾ ദിലീപ് ചിത്രത്തിന് അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് ആദ്യ ദിനം നേടാൻ കഴിഞ്ഞത്. എന്തായാലും ബോക്സ് ഓഫീസിലെ ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുന്നോടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് ബബബ 2128ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 4,07,500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയതായി കാണാൻ കഴിയുന്നു. 69.82%, അതായത് 70% തിയേറ്റർ ഓക്യുപ്പൻസിയായി വന്നിരിക്കുന്നത്. 1000-ന് മുകളിലുള്ള ഓൾമോസ്റ്റ് ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകൾ, 300-ന് മുകളിലുള്ള ഓൾമോസ്റ്റ് ഫുൾ ഷോകൾ അങ്ങനെ തുടരുന്നു. ഒരു 150-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകൾ. 6,47,00,000 രൂപയാണ് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്ഡ് കളക്ഷനിലൂടെ നേടാൻ കഴിഞ്ഞത്. അതായത് 6,80,00,000 രൂപയ്ക്ക് മുകളിൽ സിനിമ ആദ്യ ദിനം തന്നെ റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ്. KGF എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ്റെ മുകളിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ ഈ സിനിമ എത്തിയിരിക്കുകയാണ്. ലാലേട്ടൻ്റെ ചിത്രങ്ങളാണ്, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ചിത്രമായ എമ്പുരാനാണ് ആദ്യ സ്ഥാനത്ത് നിൽക്കുന്നത്. 11 കോടിക്ക് മുകളിൽ നേടിക്കൊണ്ട് തന്നെ. എന്താണേലും ആദ്യ ദിനം വേൾഡ് വൈഡായിട്ട് സിനിമ 18 കോടി നേടുമോ എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഒരു പക്ഷേ 12 തൊട്ട് 15 കോടിക്കിടയിലായിരിക്കാൻ ചാൻസുകളേറെ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. സിനിമയ്ക്ക് ഒരു എബോ ആവറേജ് മിക്സ് റിപ്പോർട്ടുകൾ പലയിടത്തുനിന്ന് വരുന്നു. ചിലയിടത്ത് അതിഗംഭീര സിനിമ എന്നുള്ള പേരിലും വരുന്നു. എന്താണേലും തിയേറ്ററിൽ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് മണിക്കൂറിൽ 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകളും വിറ്റുപോയിക്കൊണ്ടാണ് സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, ആദ്യ ദിനം 4 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. അടുത്ത ദിവസത്തെ പ്രീ സെയിലായി 1.5 കോടിക്ക് മുകളിലുമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. എന്താണേലും ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി തൂക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വേൾഡ് വൈഡായിട്ട് സിനിമ 100 കോടി അടിക്കും പ്രതീക്ഷയുമാണ് ഉള്ളത്. എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കാം, ലാലേട്ടനുണ്ടോ ഏത് സിനിമയും അതിഗംഭീരമാകും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്തു തരാം. ലാൽ സലാം.